നമസ്കാരം. സുഹൃത്തുക്കൾക്കൊപ്പം മത്സരിച്ച് മദ്യപിച്ച അവശനിലയിലായ +2 വിദ്യാർത്ഥി ആശുപത്രിയിൽ. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികളാണ് ആൽത്തറ ജംഗ്ഷനിൽ നിർമ്മാണത്തിലുള്ള വീട്ടിൽ നിന്ന് മദ്യപിച്ചത്. സ്കൂളിൽ ഓണാഘോഷമായിരുന്നതിനാൽ വിദ്യാർത്ഥികൾ യൂണിഫോമിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. പ്ലാമൂടുള്ള ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്നാണ് മദ്യം വാങ്ങിയത്. മുണ്ടും ഷർട്ടും ധരിച്ചെത്തിയതിനാൽ തന്നെ ഇവർ വിദ്യാർത്ഥികളാണെന്ന് ബെവ്കോ ജീവനക്കാർക്ക് മനസ്സിലായില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിച്ച് മദ്യപിക്കുകയും അരക്കുപ്പി മദ്യം വെള്ളമൊഴിക്കാതെ കുടിച്ച വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുകയുമായിരുന്നുവെന്നാണ് വിവരം. 5 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ മ്യൂസിയം പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തിയാണ് വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവശ നിലയിലുള്ള വിദ്യാർത്ഥി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്. കേസെടുത്തിട്ടില്ല. ബെവ്കോയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ മദ്യം ലഭിച്ചു എന്നതടക്കമാണ് അന്വേഷിക്കുക. മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ 14 വയസ്സുകാരിയെ ഭീഷണിപ്പെടുത്തി അയൽ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ലഹരി മരുന്ന് വിൽപ്പനക്കാരിയാക്കുകയും ചെയ്ത കേസിൽ രണ്ടാനച്ഛനായ മാറനല്ലൂർ സ്വദേശിക്ക് 55 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയുടേതാണ് വിധി. പിഴത്തുക കുട്ടിക്ക് നൽകണം. 2019-20ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മയെ പ്രതി വിവാഹം കഴിച്ചത്. നാഗർകോവിലിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിച്ചു. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആന്ധ്രയിലെ വിശാഖപട്ടണത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ലഹരി മരുന്ന് കച്ചവടത്തിന് വേണ്ടിയാണ് പ്രതി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയത്. കുട്ടി അമ്മയും ഭീഷണിപ്പെടുത്തി ലഹരി മരുന്ന് കച്ചവടത്തിന് വിടുകയായിരുന്നു. കുട്ടി അച്ഛനെയും സഹോദരനെയും ഫോണിൽ വിളിച്ച് പീഡന വിവരം പറയാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഭീകരമായി മർദ്ദിച്ചു. തിരുവനന്തപുരത്ത് തിരുമലയിൽ താമസിക്കുവാൻ വന്ന ശേഷവും പീഡനം തുടർന്ന് കുട്ടി ബന്ധുക്കളോട് വിവരം പറയുകയായിരുന്നു. ബന്ധുക്കളാണ് ഇത്തരത്തിൽ പോലീസിൽ വിവരം അറിയിച്ചത്. ഇയാൾ ഒരു കൊലക്കേസിലും പ്രതിയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ, അഡ്വക്കേറ്റ് R അരവിന്ദ് എന്നിവരാണ് ഹാജരായത്. പൂജപ്പുര ഇൻസ്പെക്ടറായിരുന്ന വിൻസെന്റ് MS ദാസ്, R റോജ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ചൂരക്കുളം പുതുവൽ ആളൂർ ഭവൻ രാജേഷിന്റെ മകൾ 14-കാരിയായ റോഷ്നിയെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് ജോലിക്ക് പോയ മാതാവ് രാജ ഉച്ചഭക്ഷണം കഴിക്കുവാനായി വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മകളെ തൂങ്ങിയ നിലയിൽ കണ്ടത്. തുടർന്ന് അയൽവാസികളുടെ സഹായത്തോടെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. കുമളി വെള്ളാരംകുന്ന് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. സഹോദരി രേഷ്മയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനെ കൂട്ടിലങ്ങാടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. പരുവമണ്ണ തൂക്കുപാലത്തിന് താഴെ പമ്പ് ഹൌസിന് സമീപത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത്. മലപ്പുറം DPO റോഡിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പെരുവള്ളൂർ ഓളകര ഏനാവൂർ കളരിക്കൽ മധുസൂദനന്റെ മകൾ 21-കാരിയായ ദേവനന്ദയുടേതാണ് മൃതദേഹമെന്നാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. മലപ്പുറം പോലീസിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും വെള്ളിയാഴ്ച രാത്രി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കാരണം പുഴയിൽ അടിയൊഴുക്ക് കൂടുതലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിക്കാണ് യുവതി പാലത്തിൽ നിന്ന് കടലുണ്ടി പുഴയിലേക്ക് ചാടിയത്. അതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ പാലത്തിന്റെ കൈവരിയിൽ ദേവനന്ദ ഇരിക്കുന്നത് കണ്ടിരുന്നു. എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നു. അർദ്ധരാത്രി 12:30 അവസാനിപ്പിച്ച തിരച്ചിൽ ശനിയാഴ്ച രാവിലെ 7 മണിക്കാണ് പുനരാരംഭിച്ചത്. കൂട്ടിലങ്ങാടി പാലത്തിൽ 500 മീറ്റർ അകലെ പുഴയുടെ അരികിൽ കുറ്റിച്ചെടിയിൽ തടഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. നിലമ്പൂരിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇതിനിടെ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ അതിരുവിട്ടപ്പോൾ അധ്യാപകൻ ശകാരിച്ചതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു വിദ്യാർത്ഥി. കോഴിക്കോട് വടകരയിലെ ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായത്. സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോഴാണ് ഈ ആഘോഷ പ്രകടനങ്ങൾ പരിധിവിട്ടതിനെ തുടർന്ന് അധ്യാപകൻ ഇടപെടുകയും വിദ്യാർത്ഥികളെ ശകാരിക്കുകയും ചെയ്തത്. എന്നാൽ ഇതിന് പിന്നാലെ ഒരു +2 വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഇതിനിടെ കൂട്ടുകാരെ ഫോണിൽ വിളിച്ച് ജീവനൊടുക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. കുട്ടികൾ ഉടൻ തന്നെ സംഭവം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അധ്യാപകർ വടകര പോലീസിൽ ബന്ധപ്പെടുകയുമായിരുന്നു. കുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസ് വിദ്യാർത്ഥി ഇരിങ്ങൽ ഭാഗത്തുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഒടുവിൽ പോലീസ് എത്തിയപ്പോൾ വിദ്യാർത്ഥി റെയിൽപാളത്തിൽ നിൽക്കുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഉടൻ തന്നെ വിദ്യാർത്ഥി പാളത്തിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഓടി. എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുൻപായി കളരിപ്പാടത്ത് വെച്ച് പോലീസ് കുട്ടിയെ പിടികൂടുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ച് ഇവർക്കൊപ്പം വിടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.